പേര് സുഹൂറ എന്ന് പറഞ്ഞു. പിന്നെ പെരുമ്പണ്ണ സ്വദേശിയാണ്, കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ നമ്മളെല്ലാവരും ആദ്യമായിട്ട് ഞാൻ സർവശക്തനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഞങ്ങളെ ഒരു വലിയൊരു ടീമില് ഗസ്റ്റായിട്ട് പിന്നെ വരാൻ സാധിച്ചതിൽ സർവശക്തനെ തന്നെ ആദ്യമായിട്ട് സ്തുതിക്കട്ടെ. നമ്മളെല്ലാവരും ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നത്, ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ കൊച്ചു വെളുപ്പം കാലത്ത് 6 മണിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമില് ഇത്രയും ആകാംക്ഷയോട് കൂടിയിട്ട് ഓരോ ദിവസവും ആരെ പോയിന്റ് ആണോ കേൾക്കുക, ആരെ എന്താണോ ക്ലിക്ക് ആവുക എന്നുള്ള രീതിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പം അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാരെയും വിജയത്തിലെത്തിക്കാന്. പിന്നെ ഞാനെന്ന് പറഞ്ഞാല് ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം, പിന്നെ കുറഞ്ഞ കാര്യങ്ങള് നമ്മളെ കമ്പനീനെ പറ്റിയിട്ട് പറയാം. കമ്പനീനെ പറ്റിയിട്ട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങള് ബിസിനസ്സിലേക്ക് വന്നത് എന്നറിയാം. ഞാൻ എൻ്റെ സഹോദരന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നത്. പിന്നെ അന്ന് പ്രൊഡക്റ്റ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്ലാന് കേട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ആ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നി നഷ്ടപ്പെടാനൊന്നുമില്ല ഈ ഒരു ബിസിനസ്സിൽ. ഏതൊരു ബിസിനസ്സിൽ ആദ്യം 5000 കൊടുക്കണം, 10000 കൊടുക്കണം, ആ ഒരു രീതിയിലേ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഒന്നിലും പെട്ടിട്ടില്ല. പിന്നെ അപ്പൊ ഇത് കേട്ടപ്പം അങ്ങനത്തെ ഒരു ഐഡിയ അടിക്കാനോ ഒരു ഐഡിയ ക്രിയേഷനോ വേണ്ടിയിട്ട് 5 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന അതേ മൂല്യത്തിനുള്ള സാധനം നമുക്ക് കിട്ടും ചെയ്യും. ഒന്നുകിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ സെയിൽ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുക. ആ ഒരു കാര്യം മാത്രമേ ഞാൻ അന്ന് ചിന്തിച്ചുള്ളൂ. പിന്നാണ് കൂടുതൽ പഠിച്ചത് അതിന്റെ പ്ലാനിനെ പറ്റിയിട്ടും എന്തൊക്കെയാണ് ഏണിങ്സ്, ഇൻകം എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ കൂടുതലായിട്ട് പിന്നീട് പഠിച്ചതാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ ജോയിൻ ചെയ്ത് പിന്നെ ഷെഫീഖ് സാറ് ലീഡ് ചെയ്യുന്ന ഒരു ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ അപ്ലൈന്റെ സപ്പോർട്ടും ലീഡേഴ്സിന്റെ സപ്പോർട്ടും കാരണം ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് തന്നെ TC അവൻ കുറച്ചെടുത്തു. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ പ്രോൺസ് ഒക്കെ ആകുമ്പോഴേക്ക് ആവുക എന്ന് പറയുന്നത് നമ്മൾ 2 ഭാഗം നമ്മൾ തന്നെ വോളിയം കയറ്റിയിട്ടാണ് പ്രോൺസ് ആവുക. പ്രോൺസിനൊന്നും അധികം ഞങ്ങൾക്ക് ടീമൊന്നും ഉണ്ടാവില്ല. അന്ന് ഓരോരോ 1000 രൂപക്ക് 780 ഇതാവുക. അപ്പം ക്രിയേഷൻ ID ആക്റ്റീവ് ആവാൻ വേണ്ടി 5000 രൂപന്റെ സാധനം എടുത്ത് കയറി. പിന്നെ 2000, 3000, 4000 അങ്ങനെ എടുത്ത് അപ്പുറം ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ നോക്കും എപ്പോഴാ ബ്രോൺസ് ആവുകയെന്ന്. ഒരു 10000 വ്യൂ എന്നാലല്ലേ ബ്രോൺസ് ആവുക. അതിന് കുറച്ച് താമസം എടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരോട് ഈ ഒരു അവസരം പറഞ്ഞു ഫാസ്റ്റായി ചെയ്ത് ഇപ്പം ഓരോ ദിവസവും 10000 BV-യും 15000 BV-യും ഓരോ ആഴ്ചയിലും കേറുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നീട് വന്ന്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ ഒരു ബ്രോൺസ് ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടൊരു കഷ്ടപ്പാട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഓരോരോ ആഴ്ചയിലും 20000 ഓരോ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ ഒരു 30000 വരെ ഞാൻ ഓരോ ആഴ്ചയിലും പിന്നെ BV കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു റാങ്കിലും സ്ട്രഗിൾ ചെയ്യേണ്ടെന്നല്ല, നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് ഒരുപാട് റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ റാങ്ക്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എഫേർട്ട് ഇട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനുള്ള കാര്യമുണ്ട്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു എൻട്രി അല്ലെ, ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞത് 5 ടൈപ്സിലാണ്. 5 രീതിയിലാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുക. ഒന്ന് പ്രൊഡക്റ്റ് ബേസിൽ, നമ്മൾ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടായാല് അവര് പറഞ്ഞാല് പെട്ടെന്ന് കേൾക്കും, ഈ ഒരു കമ്പനിയിലുള്ള പ്രൊഡക്റ്റ് നല്ല റിസൾട്ട് ആണല്ലോ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാന്ന് പറയും. പ്രൊഡക്റ്റ് ബേസിലാണ് ഫസ്റ്റ് എൻട്രി ഉണ്ടാകും. ആ ഒരു റിസൾട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം നമുക്ക് പിന്നെ പരിചയമുള്ള ആളുകളെ അല്ലെങ്കിൽ പിന്നെ കുടുംബക്കാരെ, സ്നേഹിതികളെ, അയൽവാസികളെ നിർബന്ധപൂർവ്വം നമ്മൾ എന്തായും എൻട്രി ചെയ്യിക്കും. എന്തായാലും വാ ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം എൻട്രി ചെയ്യിക്കും.
പിന്നെ കടപ്പാടിന്റെ പുറത്ത്, ഒബ്ലിഗേഷന്റെ പുറത്ത് നമ്മൾ പല ആളുകളും വന്നവരുണ്ട്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ അങ്ങനെ അന്ന് നമുക്ക് ഇത്രയും ഒരു ഉപകാരം ചെയ്ത്, ഞാൻ ഒരു കുടുങ്ങിയ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് അന്ന് ഇത് ചെയ്തതാണല്ലോ, പിന്നെ എങ്ങനെയാ പറഞ്ഞേ കേൾക്കാതിരിക്കുക എന്നുള്ള രീതിയില് ആ ഒരു കടപ്പാടിന്റെ പുറത്ത് നമ്മൾ ജോയിൻ ചെയ്ത് വരുന്നവരുണ്ട്. പിന്നെ ഒരു റിലേഷൻ ബേസ്ഡ് നമ്മൾ നല്ല ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ബന്ധത്തിന്റെ പുറത്ത്, ഇനിയിപ്പോ സ്നേഹി ഫ്രണ്ട്സുകളായിക്കോട്ടെ, അയൽവാസികളായിക്കോട്ടെ, അതല്ല കുടുംബക്കാരായിക്കോട്ടെ, ഏത് ആളുകളാണെങ്കിലും ആ ഒരു റിലേഷൻ ബേസ്ഡ്, ഇത്രയും അടുപ്പുള്ള ഒരാള് പറയുമ്പോ ഞാൻ എങ്ങനെ തട്ടിക്കളയും എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് അണ്ടർസ്റ്റാൻഡിങ് ജോയിനിങ്. അതായത് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട്, അതായത് ഈ ഒരു പ്ലാനിനെ പറ്റിയിട്ട്, ഈ ഒരു ബിസിനസിനെ പറ്റിയിട്ട്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ടും അറിഞ്ഞുകൊണ്ട് എൻട്രി ചെയ്യുന്നവരുണ്ട്, കടന്നു വരുന്നവരുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ ഈ ഫസ്റ്റത്തെ 4 ആളുകളെയും ഈ 5ാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാല് അവരവിടെ നിലനിൽക്കും. അതായത് പ്രൊഡക്റ്റ് ബേസിൽ വന്നാലും, നിർബന്ധപൂർവ്വം വന്നാലും, കടപ്പാടിന്റെ പുറത്ത് വന്നാലും, റിലേഷൻഷിപ്പിന്റെ പുറത്ത് വന്നാലും, അവരെ നമ്മള് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ആക്കി കൊണ്ടുവരണം, ആ ഒരു ബേസിലേക്ക് ആക്കി കൊണ്ടുവരണം. കാരണം പ്ലാന് പഠിപ്പിക്കുക, പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പിന്നെ ഇതിന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിന്റെ സാധ്യതകൾ, വരും വരായികകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മുന്നോട്ടുള്ള ഇതിന്റെ ആ ഒരു വലിപ്പം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവര് നിലനിൽക്കും. അതല്ലെങ്കിൽ ഇപ്പോ ഫസ്റ്റ് പറഞ്ഞ 4 ആളുകളും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു 4R നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. ഫസ്റ്റ് നമ്മൾ റീറ്റെയിലിംഗ് ചെയ്യാം. റീറ്റെയിലിംഗ് തന്നെയാണ് ഈ ഒരു ബിസിനസ്, അല്ലെ? നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, അത് റീറ്റെയിൽ ചെയ്യുന്നു, പിന്നെ സാധനങ്ങൾ വാങ്ങുന്നു. അപ്പൊ നമ്മൾ ഏതൊരു ബിസിനസ്സിലേക്ക് വന്നാലും റീറ്റെയിലിംഗ് നിർബന്ധമാണ്. ഈ റീറ്റെയിലിംഗ് ചെയ്യുന്നത് നമ്മുടെ ഫീൽഡിൽ ഇറങ്ങിയിട്ടാണ്. ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഫീൽഡിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞു, നമ്മളെ MDന്റെ മകനെ പോലും, അതായത് ചന്ദ് എന്ന് പറഞ്ഞൊരു സാറിനെ പോലും ഫീൽഡിലേക്ക് ഇറക്കി എന്നുള്ളത് നമ്മൾ പല മീറ്റിങ്ങിലും ബെന്നി സാറിന്റെ വായന കേട്ടതാണ്. അപ്പൊ എന്തിനാണ് അത്? ആ ഫീൽഡില് പലതും നമുക്ക് അനുഭവിച്ചറിയാനുണ്ട്. ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം, ആ സ്ട്രഗിളിങ്ങും എല്ലാം നമുക്ക് അനുഭവിച്ച് അറിയാനുണ്ട്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ ഒരാള് ഇപ്പൊ നമ്മൾ തന്നെ ഒരാളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ പിന്നെ ഇത് അനുഭവിക്കേണ്ടി വരും, അവര് പറയുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാന്ന് നമുക്ക് ആ ഒരു പരിഹാര മാർഗം നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നത് നമ്മൾ ആദ്യം ഫീൽഡിലേക്ക് ഇറങ്ങിയാണ്. അപ്പൊ ആ ഫീൽഡിലൂടെ നമുക്ക് റീറ്റെയിലിംഗ് നടത്താൻ കഴിയും. റീറ്റെയിലിംഗ് നടത്തുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാം? റിക്രൂട്ട്മെന്റ് ചെയ്യാം, അല്ലെ? നമ്മൾ 2 പ്രാവശ്യം ഒരാൾക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ പ്രാവശ്യം MRPക്ക് കൊടുക്കാൻ നിൽക്കരുത്. ഞാനൊക്കെ ഫസ്റ്റ് പ്രാവശ്യം തന്നെ ഈ ഒരു സാധ്യതകൾ പറഞ്ഞിട്ട് പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യുക. റീറ്റെയിലിംഗ് നടത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ്. പക്ഷെ അതൊരു വലിയ ഗുണമായിട്ടല്ല ഞാൻ കാണുന്നത്. കാരണം MRPക്ക് എങ്ങനെ എനിക്ക് കൊടുക്കാൻ തോന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ നമ്മളോട് ചോദിക്കുക. അപ്പൊ നമ്മള് ഇങ്ങനെ പറയും, ഇതിന് MRP എങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഐഡിയ അടിച്ചാല് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് DP റേറ്റിലേക്ക് തരാൻ പറ്റും. അപ്പൊ അല്ലാത്തവര് റീറ്റെയിലിംഗ് നടത്തുന്നവര് ഈ റീറ്റെയിൽ ലാഭം മോഹിച്ച് മാത്രം നടത്തുന്നവരുണ്ട്. അത് നമ്മളെ പാസീവ് ഇൻകം തരൂല, ആക്റ്റീവ് ഇൻകം മാത്രമേ തരുള്ളൂ. നല്ല ഇൻകാണ് റീറ്റെയിലിംഗ്. ഒരു കവചപ്രാവശ്യമൊക്കെ വിറ്റാൽ എത്രയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം, അല്ലെ? 500ന്റെ അടുത്ത് 400 സംതിങ് എന്തായാലും കിട്ടുന്നത്. അപ്പൊ നല്ല ലാഭം തന്നെയാണ്. അപ്പൊ അവര് വിചാരിക്കും ഇവരെയും കൂടി ഞാൻ ഏറ്റെടുത്ത് ഐഡിയ അടിച്ചു കഴിഞ്ഞാല് ഈ ഒരു ലാഭം പോവല്ലോ എന്ന്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ റീറ്റെയിലിങ്ങിലൂടെ റിക്രൂട്ട് ചെയ്യണം. ഈ ബിസിനസ് തന്നെ എന്ന് പറയുന്നത് എന്താ, ഒരു നെറ്റ്വർക്കിന്റെ ബിസിനസ്സാണ്. അതുകൊണ്ട് റീറ്റെയിലിങ്ങിലൂടെ നമ്മൾ റിക്രൂട്ട് ചെയ്തേ മതിയാവും. കയറിക്കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൊടുത്ത് 3ാമത്തെ പ്രാവശ്യം നമ്മളോട് അതേ സാധനം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്, ഈ ഒരു ബിസിനസ് ആണിത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയില് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നീ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മളെ ടീമിന്റെ ഭാഗമാക്കാം. പിന്നെ പറയുന്നത് റീപർച്ചേസിംഗ് ആണ്. നമ്മള് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ റീറ്റെയിൽ ചെയ്തു അല്ലെ, റീറ്റെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ഉപയോഗിക്കുകയല്ല വേണ്ടത്. ആ ഒരു ലാഭം നമ്മൾ ഉപയോഗിച്ചാലും നമ്മളെ ആദ്യം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ക്യാഷ് എന്ന് പറഞ്ഞാൽ പിന്നീടും നമ്മൾ പർച്ചേസ് ചെയ്യുക വേണ്ടത്. അതാണ് റീപർച്ചേസിംഗ് എന്ന് പറയുന്നത്. റീപർച്ചേസ് ചെയ്താലേ നമുക്ക് PV കയറുകയുള്ളൂ. ഒരൊറ്റ പ്രാവശ്യം പർച്ചേസ് ചെയ്ത് അത് പിന്നെ റീറ്റെയിൽ ചെയ്താൽ ആ റീറ്റെയിൽ ലാഭമേ കിട്ടുള്ളൂ. അപ്പം നമ്മളെ ടീമിൽ വരുന്നവർക്ക് നമ്മൾ റീപർച്ചേസിങ് അത്യാവശ്യമാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ആ ഒരു നിർദ്ദേശം കൊടുക്കുക. പിന്നെ റീടെൻഷൻ, നമ്മൾ ഓരോരുത്തരും റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെന്ന് എന്റെ പിന്നെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു, ഇനി അടുത്ത ആളിലേക്ക് പോവാം, പിന്നെ അടുത്ത ആളിലേക്ക് പോവാം. അങ്ങനെ ജോയിൻ ചെയ്ത് അടുത്തന്ന് പറയുന്നത് ഈ ഒരു ജോയിൻ ചെയ്ത ആളുകള് നമ്മളെ ടീമിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് ഒരു 10 ആള് കഴിഞ്ഞാല് ആ ഒരു 10 പിന്നെ ഒരു 100 ആളിലേക്ക് പോകുന്നതിലും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു 10 ആളുകളെ നിലനിർത്തുക എന്നുള്ളതാണ്. നിലനിർത്തിക്കൊണ്ട് 10 ആളെ നിലനിന്ന് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിട്ടേ 11ാമത്തെ ആളെ അടുത്ത് പോകാവൂ. അല്ലാതെ എല്ലാരും ഐഡി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്താവും, നമ്മൾ ടീമിൽ ഒരുപാട് ആളുകളാവും. അതുപോലെ ID കട്ടാവുന്ന സമയത്ത് നമ്മളെ ടീമിൽ പിന്നെ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വന്ന ആളുകളെ നമ്മൾ നിലനിർത്തുക. ആ നിലനിർത്തുന്നതിലൂടെയുള്ളൂ നമുക്ക് ആ ഒരു ടീം ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിലനിർത്തിയ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങള്, നമ്മൾക്ക് എന്താണോ ഈ ബിസിനസിനെ പറ്റിയിട്ട് അറിയുന്നത്, ആ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് അല്ലെ. അതായത് ഒരു ബേസിക് ഇൻഫോർമേഷനെങ്കിലും അവർക്ക് കൊടുക്കണം. ID ക്രിയേഷൻ, ID എങ്ങനെ അടിക്കാം, എന്നാലേ ഉള്ളൂ അവര് ബിൽഡ് ചെയ്യുമ്പോൾ ടീം ബിൽഡ് ചെയ്യുമ്പോൾ അവർക്ക് ID അടിച്ചിട്ട് അവർക്ക് സ്വയം അവരെ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ എല്ലാം നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ നമുക്കൊരു 10 ആളുണ്ടെങ്കിൽ 10 ആളെ കൊണ്ടുവന്നുണ്ടെങ്കിൽ 100 ആളെ ID നമ്മൾ തന്നെ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് വേണം ടീമിനെ ബിൽഡ് ചെയ്യാൻ. അപ്പം ID ക്രിയേഷൻ, പിന്നെ BV ചെക്കിങ്, എങ്ങനെ BV ചെക്ക് ചെയ്യാം, ഏത് പെർസെന്റേജിലാണ് നമ്മൾ, ക്യാഷിലാണെങ്കിൽ എത്ര പെർസെന്റേജ് നമുക്ക് BV ഉണ്ടാവും, പിന്നെ അതുപോലെ എത്ര പെർസെന്റേജ് നമുക്ക് ഇൻകം ഉണ്ടാവും, എങ്ങനെയാണ് ഈ പെയർ മാച്ചിങ് വരിക, ID ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര BV നമുക്ക് മെയിൻ IDയിൽ വേണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ചേ മതിയാവും. പിന്നെ ഒരാൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, ഹോം മീറ്റ് നടത്തണം. ഹോം മീറ്റ് ഇപ്പൊ അന്യം നിന്ന് പോവുകയാണ്. ഒരുവിധം ആളുകളിൽ നിന്നൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് ഹോം മീറ്റ്. അതിന്റെ കുറവ് നമ്മളെ ടീമിലും കാണാൻ സാധിക്കും. നമ്മൾ ഒരാള് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള പരിസരത്തുള്ള ആളുകളെ വെച്ചിട്ട് അവരുടെ വീട്ടിൽ വെച്ചിട്ട് എന്തായാലും ഹോം മീറ്റിംഗ് നടത്തിയേ മതിയാവും. കാരണം ഹോം മീറ്റിംഗ് നടത്തുന്നതിന് പല ലക്ഷ്യങ്ങളും ഉണ്ട്. എന്താണെന്നറിയാം, ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ നിന്ന് ഭാര്യയാണ് നമ്മളെ പിന്നെ ടീമിലേക്ക് ജോയിൻ ചെയ്യിച്ചാല് അവിടുത്തെ ഭർത്താവിനും കുട്ടികളും അടുത്തുള്ളവരും ഉൾപ്പെടുത്തിയും കൊണ്ട് നമ്മളൊരു ഹോം മീറ്റ് നടത്തുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയും. അതല്ലെങ്കിൽ ഭർത്താവാണ് ജോയിൻ ചെയ്ത് വെച്ചാൽ ഭാര്യനെയും കുട്ടികളെയും കൂട്ടിയിട്ട് അടുത്തുള്ളവരെയും കൂട്ടിയിട്ടാവുമ്പോ ആ വീട്ടിലുള്ള എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആണെങ്കിൽ അടുത്ത മറ്റേ പാർട്ട്ണർ ഇതിനെ നെഗറ്റീവ് ആയി. കാരണം അവർക്ക് അറിയുന്നില്ല ഇത് പിന്നെ ആളെ ചേർത്തുന്ന പരിപാടിയാണ്, ഇത് നഷ്ടത്തിലേ ഉണ്ടാവുള്ളൂ, ഇത്രയും പൈസന്റെ സാധനം എങ്ങനെ വിൽക്കും, എന്ത് കിട്ടും എന്നുള്ളത് ആ ഒരു ചോദ്യം വന്നു ജോയിൻ ചെയ്ത ആളുകൾ മീറ്റിംഗിലൂടെ എത്തിയിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഇവർ എന്താണ് ചെയ്യുന്നത് എന്നറിയാം. ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ ഈ ഒരാള് ഇന്നും രാവിലെ പോകുന്നുണ്ട്, ഈ ഒരു സ്ത്രീ ആണെങ്കിൽ ഇന്നും രാവിലെ പോകുന്നുണ്ട്, ഉച്ചക്ക് വരുന്നുണ്ട്, വൈകുന്നേരം വരുന്നുണ്ട്, അല്ലെങ്കിൽ നേരം വഴിക്ക് വരുന്നുണ്ട്, എന്താ ഇപ്പോഴത്തെ പരിപാടി എന്നുള്ള ആ ഒരു ആശങ്ക അടുത്തുള്ളവർക്ക് എന്തായാലും ഉണ്ടാവും. അടുത്തുള്ളവരെ സംബന്ധിച്ച് അവരെ അയൽവാസികളെ നിരീക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം ഈ ഒരു
ഹോം മീറ്റിംഗിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇവർക്ക് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ട്. അപ്പം എന്തായാലും അതിനായിരിക്കും പോകുന്നതെന്നുള്ള ഒരു ധാരണ അടുത്തുള്ളവർക്കുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഹോം മീറ്റിംഗിലൂടെ ഒരുപാട് പിന്നെ റീറ്റെയിലിംഗ് നടക്കും. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റും ഹോം മീറ്റിംഗിലൂടെയാണ് നടത്തുന്നത്. നമ്മളിപ്പോ ഒരു 10 ആളെ വെച്ച് ഒരു ഹോം മീറ്റ് ചെയ്താൽ 1 or 2 ആളുകൾ വന്നാൽ അതന്നെ വലിയ മുതൽക്കൂട്ടായി മാറും. അപ്പൊ ഹോം മീറ്റ് നിർബന്ധം. അതുപോലെ തന്നെ ഹോം മീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വ്യക്തിനെ കൊണ്ടുപോകേണ്ടത് GTSലേക്കാണ്. ആ GTS പ്രസന്റേഷൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ട്രഡീഷണൽ ബിസിനസ്സും നമ്മളെ ഡയറക്ട് സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിന്റെ ഗുണങ്ങളും അതിന്റെ സാധ്യതകളും ആ ഒരു നെറ്റ്വർക്കിംഗ് പാസീവ് ഇൻകം ആക്റ്റീവ് ഇൻകം എന്താണ്, പാസീവ് ഇൻകം എന്താണ്, അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് GTS. പിന്നെ നമ്മൾ പിന്നെ നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കണം, അതുപോലെ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കണം. പിന്നെ ട്രെയിനിങ്ങും മീറ്റിങ്ങും അത് തന്നെയാണ് നമുക്ക് എന്താ പറയാ അറിവുകൾ സമ്പാദിക്കാൻ പറ്റിയ ഒരു വഴികൾ അല്ലെ. ഒരുപാട് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും നമുക്ക് ഉണ്ട്. അപ്പം ഒരുപാട് ദൂരത്ത് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ട്രെയിനിങ്ങിനെങ്കിലും പോയി കഴിഞ്ഞാൽ, ഒരു GTS, ഇനിയിപ്പോ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു GTSനെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ചാർജ് എപ്പോഴും നല്ല. നമുക്കിപ്പം ഫീൽഡിലൊക്കെ പോയ പല നെഗറ്റീവുകളും ഉണ്ടാവും. ഫീൽഡിൽ പോയിങ്ങാണ്ട് എന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുന്നവരും പല യാതനകളും വേദനകളും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിലയിരുത്താം. ഞാൻ ഫീൽഡിൽ പോയിട്ട് എനിക്ക് ഭയങ്കര യാതന ഉണ്ട്, വേദന ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഉണ്ട്, എന്താണ് ഇന്നെ കൊച്ചാക്കി, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവര് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തവരാണ്. സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫീൽഡിൽ ഇറങ്ങുന്നില്ല, നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ സാധനം കൊടുക്കാന്നുള്ള ലെവലില് എന്തെങ്കിലും ബ്രോൺസ് ആവും, എന്തെങ്കിലും TC ആവും, എന്തെങ്കിലും ATC ആവും എന്നുള്ള നിലപാടിൽ നിൽക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു സംഭവം അനുഭവിച്ചിട്ടില്ലെങ്കിൽ. അതെല്ലാം നമ്മുടെ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുറെ നെഗറ്റീവുകൾ ഉണ്ടാവും, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, ഒരുപാട് പിന്നെ പോസിറ്റീവുകളും ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളിപ്പം ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ MI ലൈഫ് ചെയ്ത് നിർത്തിയവരുണ്ടാവും ഒരുപാട്. അപ്പൊ അവര് പറയും ഞങ്ങളും ചെയ്തിരുന്ന MI ലൈഫ്, എന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ആ ഒരു ആവേശത്തിൽ, ഇതൊക്കെ ഒരു ഫസ്റ്റത്തെ ഒരു ആവേശം ഉണ്ടാവും, അത് കെട്ടടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്തും, ഇതൊന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയൂല എന്നുള്ള ആ ഒരു സംഭവം. അപ്പൊ അത് എന്തുകൊണ്ടാണ്, നമ്മളൊരു നല്ലൊരു ലീഡറെ കീഴിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അവർക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അല്ലാതെ MI ലൈഫ് ഈ ഒരു കമ്പനി മോശമായതുകൊണ്ടോ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടോ അല്ല. അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവര് നിർത്തിപ്പോയെന്നും അവര് നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്ലാൻ അറിയാം, പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മളൊന്ന് സപ്പോർട്ട് കൊടുത്താൽ മതിയോ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മള് ആളുകളെ കൊണ്ടുവരണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടീം ബിൽഡിങ് അല്ലെ. നമ്മള് ടീം ബിൽഡ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മള് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ID ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സായി. പിന്നെ അത് അപ്ലൈന്റെ ബിസിനസ് അല്ല. നമ്മൾ ആ ബിസിനസിന്റെ ഭാഗവാക്കായി. ആ ഒരു കമ്പനി നമ്മളേതായി. ആ ഒരു കമ്പനീന്റെ ഓണർഷിപ്പ്, അതായത് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനീന്റെ ഭാഗവാക്ക് നമ്മളായി. ആ പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പൊ നമ്മളതാണ്. അപ്പൊ നമുക്ക് DP റേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ ഒരു ഭാഗവാക്കായിട്ടാണല്ലോ. അപ്പൊ അതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലൈനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും നോക്കുക എന്നല്ലാതെ അപ്ലൈനെ വന്നിട്ടേ നമ്മൾ ചെയ്യുള്ളൂ, അപ്ലൈൻ ചെയ്യുന്നില്ലല്ലോ, അപ്ലൈന്റെ പോലെ ചെയ്താൽ പോരെ, ആ ഒരു രീതിയിലേ നിൽക്കണ്ട. അപ്പൊ എന്റെ ഒരു അപ്ലൈൻ എന്ന് പറയുന്നത് എന്നെ പരിചയപ്പെടുത്തിയ എന്റെ പിന്നെ ബ്രദറാണ്. അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്ത റാങ്കിലേക്ക് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ മുകളിൽ ഒരാളുണ്ട്, അയാളും കൂട്ടിയിട്ടാണ് വന്നത്. പിന്നെ ഒരു മാഡമാണ്. ഇപ്പോഴും എന്നെ ചേർത്തുമ്പോ അവര് TCയിലായിരുന്നു, ഇപ്പൊ ATC ആണ്. അപ്പൊ അത് നോക്കി ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എനിക്ക് ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിയും? ഞാൻ ഇപ്പൊ DTCയിലാണ് നിൽക്കുന്നത്, വന്നിട്ട് അധികമായിട്ടില്ല. അപ്പൊ ഇത്രയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു പ്ലാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആളുകളെ നോക്കി നിൽക്കേ വേണ്ട.
നമ്മൾ അപ്ലൈന് അഥവാ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലുള്ള ആക്റ്റീവായിട്ടുള്ള ലീഡേഴ്സിനെ സമീപിച്ചുകൊണ്ട് ആ സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് നമുക്ക് ഫീൽഡിൽ ഓടാൻ സാധിക്കും. അപ്പൊ നമ്മള് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ കൂടെ വന്ന ആളുകളെ കൂടെ വന്ന ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അത് വലിയൊരു മെച്ചം. എനിക്ക് ഏറ്റവും ഹാർട്ട് ടച്ച് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞത് അതാണ്. കൂടെ വന്ന ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുന്ന സംഭവം. ഇപ്പൊ വേറെ ഏതൊരു മേഖലയിലായാലും എന്തായിരിക്കും സ്ഥിതി? ഒരു രാഷ്ട്രീയ മേഖലയിൽ ഇപ്പൊ അവര് ഇപ്പൊ ഏത് രാഷ്ട്രീയമാണെങ്കിലും അതിലേക്ക് ഒരു ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഒരുമിച്ച് പോയി എല്ലാ കാര്യങ്ങളും വസ്ത്രൊട്ടിക്കലും അതും ഇതും അങ്ങനെ നമ്മളൊരു നല്ലൊരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുവന്ന ആള് അതിനേക്കാളും വലിയ ലെവലിലേക്ക് എത്തുകയാണെന്ന് കണ്ട എന്തായിരിക്കും ഒരു വേദിയില് ഒരാളിപ്പോ നമ്മള് നന്നായിട്ട് പ്രസംഗിക്കുമ്പോ എന്താ പറയാ, അടുത്ത ആള് പറയും അല്ലടാ കൊണ്ടുവന്നല്ലേ ഇത് പുലിയാണ് കേട്ടോ, ശ്രദ്ധിച്ചോ ഒന്ന് ചവിട്ടി പിടിച്ചാള്. ആ ഒരു രീതിയിലല്ലേ പറയുള്ളൂ. നമ്മളെക്കാളും വളരെ ഒരിക്കലും സമ്മതിക്കൂല. അപ്പൊ അതല്ല ഈ സംഭവം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു DTC ആണെങ്കിൽ എന്റെ കൂടെ വന്ന ആള് STC ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. കാരണം ആ ഒരു ഭാഗം നമ്മൾ നോക്കണ്ട, ഇനി അവൻ കൊണ്ടുപോയിക്കോളും. പിന്നെ നമ്മളെ വീക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിലേറെ സന്തോഷം വേറെ ഒന്നും ഉണ്ടാവൂല. ഞാൻ കൊണ്ടുവന്ന ആളാണ് ഇത്രയും വലിയൊരു ലെവലില് വന്നത് എന്നുള്ള എപ്പോഴും നമ്മളെ സ്മരിച്ചും കൊണ്ടിരിക്കുന്ന അവന് ഏത് സ്ഥലത്ത് ഏത് റാങ്കിലെത്തിയാലും ഇപ്പൊ നമ്മൾ ഏത് റാങ്കിലെത്തിയാലും നമ്മൾ എന്താ പറയാ, നമ്മളുടെ അപ്ലൈന്റെ പേരാണല്ലോ പറയാ, ഇവരാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്നതെന്ന്. അപ്പൊ ആ ഒരു പേര് കേൾക്കുമ്പോ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള ഒരു സംഭവമല്ലേ. അപ്പൊ ആ ഒരു കാര്യം നമ്മളെ ഈ ഒരു ബിസിനസിന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് നമ്മള് ഇപ്പം ഇന്നലെ GPS സാറ് വന്നിട്ട് എത്രയോ ആളുകളെ സീലിംഗ് അച്ചീവർ ആക്കിയാണ്ടാണ് സാർ അവിടെ നിൽക്കുന്നത്. അപ്പൊ എത്ര കുടുംബം രക്ഷപ്പെട്ട്, ഈ കൂടെ വന്ന ആളുകളുടെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സ്വർഗതുല്യമായിട്ട് തന്നെ പറയാ ആ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര് എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചും കൊണ്ട്. പിന്നെ മനുഷ്യന്മാരാണ്, സ്വപ്നങ്ങൾ അടങ്ങൂല. ഓരോന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വലുത് കിട്ടണം എന്നുള്ള ആ ഒരു ഇതുണ്ടാവും. എന്നാലേ ഉള്ളൂ നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു മോട്ടീവ് ഉണ്ടാവും. അപ്പം അത്രയും നല്ല രീതിയിൽ ജീവിപ്പിക്കാൻ പറ്റുന്ന ഓരോരോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പൊ അത് കൂടുതലും മനസ്സിലാക്കിയിട്ട് പിന്നെ ഇതിൽ കളവ് പറയാ എന്നുള്ളൊരു സംഭവമേ ഇല്ല. നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതിന് കളവ് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു പിന്നെ ഇനിയിപ്പോ ടീം ബിൽഡ് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഇത്ര കിട്ടി എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ഒരിക്കലും ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലാൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പ്രവർത്തിച്ചാലേ കിട്ടുള്ളൂ. പിന്നെ വന്നാ മതി നിന്നാ മതി പിന്നെ 2-10 കിട്ടുന്നു ഒരിക്കലും ഒരാളോട് പറയുന്നു. പഠിത്ത എന്റെ ഒരു അസോസിയേറ്റ് പറഞ്ഞ് പിന്നെ അവര് പറയാണ് എന്താണ്, ഞാനൊരാള് അസോസിയേറ്റ് പറയണ അവള് ഒരാളെ കൂടെ ബിസിനസ്സിലേക്ക് ചേർത്തി. അപ്പം ഇങ്ങോട്ട് എന്താണ് ഇൻകം വരാത്തത്, ക്രിയേഷൻ പിന്നെ ആക്റ്റീവ് ആക്കി, ഇങ്ങോട്ട് എന്താ ഇൻകം വരാത്തത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ വന്നാ മതി നിന്നാ മതി 2-10 കിട്ടും എന്നുള്ള ബിസിനസ് അല്ല ഇത്. എന്തായാലും നമ്മള് പണിയെടുത്തേ മതിയോ. നമ്മളൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം നന്നായിട്ട് ജോലി ചെയ്താല് നമ്മൾ മരണം വരെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വിജയിക്കുന്നവരെ കഷ്ടപ്പെട്ടാൽ മതി അല്ലേ. ചിലവരെന്താ ജോലിയൊക്കെ ചെയ്യുമ്പോൾ മരണം വരെ നമ്മൾ കഷ്ടപ്പെടണം അല്ലേ. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നമുക്ക് എന്താണ് റിട്ടയർമെന്റ് വരെ നമ്മൾ ജോലി ചെയ്ത് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക, കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു 10 വർഷം കഴിഞ്ഞാൽ അതുവരെ കിട്ടിയതിന്റെ ഡബിള് കൂടി വരുന്നല്ലാതെ കുറയുന്നില്ല. ഓരോരോ ലീഡേഴ്സ് പെങ്ങകള് കേട്ടിട്ടുണ്ടാവുമല്ലോ, ബെല്ലി സാറിന്റെയും നിസാറിന്റെയും ഒക്കെ കഥകൾ അല്ലേ. ഇപ്പോഴും കൂടി ഓരോരോ പിന്നെ നമ്മളെ ഈ STB ബോണസ് മാത്രമല്ല നമുക്ക് വരുന്നത്. നമുക്ക് DTC കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും 9 തരത്തിലുള്ള അല്ലെ പെർഫോമൻസ്, ലോയൽറ്റി അങ്ങനെ പറഞ്ഞിട്ട് 9 നമ്മൾ അറിയാത്ത ഇപ്പൊ തന്നെ ഓരോരോ ഇപ്പൊ ലജ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ അന്തം വിട്ട് തെങ്ങനെയുണ്ടോ
എന്നുള്ളത്. കാരണം നമ്മൾ അധികം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് വേണ്ടത് മാത്രമാണ് പറഞ്ഞത്. DTC ലെവലിലാവുമ്പോ പിന്നെ ഒരു പഠിപ്പ് പഠിക്കാനുണ്ട്. കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു മേഖല വേറെ ഉണ്ട്. ലോയൽറ്റി ബോണസ് കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പം ടീം ബിൽഡ് ചെയ്യാൻ നോക്കുക. പിന്നെന്താ ചെയ്യേണ്ടത്? ട്രെയിൻ ദ ടീം. ടീമിനെ ട്രെയിൻ ചെയ്യുക. അതായത് നമ്മൾ എങ്ങനെയാണോ ടീം ബിൽഡ് ചെയ്ത് അവരെ കൊണ്ട് എങ്ങനെ ടീം ബിൽഡ് ചെയ്യിപ്പിക്കണം എന്നുള്ള ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുക. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബേസിക് ഇൻഫോർമേഷനും കൊടുക്കുക. പിന്നെ മെയിൻറ്റെയിൻ ദ ടീം. പലർക്കും ടീം ഉണ്ടാവും കുറഞ്ഞ കാലത്തേക്ക്. പിന്നെ എന്താ ചെയ്യുക? പിന്നെ അത് പോയി പോകും. അങ്ങനെ ആവരുത്. ആ ടീമിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളുണ്ട്, പരിഹരിക്കാൻ നമ്മളുണ്ട്. എന്തിനും ഏത് വിളിപ്പുറത്തും വിളിച്ചാലും നമ്മളുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവണം. പിന്നെ അങ്ങനെ ഒരു ടീം, രണ്ട് ഭാഗത്ത് ഒരു ടീമായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ടീമിൽ ഒരു അച്ചീവേഴ്സ് ഉണ്ടാവും അല്ലെ? ആ അച്ചീവേഴ്സ് ആയിട്ട് നിലനിർത്തരുത്. അച്ചീവേഴ്സിനെ നമ്മളെ ലീഡറായിട്ട് ബിൽഡ് ചെയ്യണം. നമ്മളെ ടീമിൽ അച്ചീവേഴ്സ് ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. അച്ചീവേഴ്സ് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് DTC ആയി അല്ലെങ്കിൽ FTC ആയാല് 2 DTC ഉണ്ടാവും, 2 ZTC ഉണ്ടാവും. അങ്ങനെ ഒരു അച്ചീവ് ചെയ്ത് പോകും. പക്ഷെ അവരൊരു ലീഡർ ആക്കി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മളുടെ ഭാരം കുറയും, പണി കുറയും. അതായത് അവര് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പിന്നെ സെയില് കൊണ്ടുവരുന്നുണ്ടാവും, BV കയറ്റുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു ടീമിനെ നയിക്കാനുള്ള കഴിവുണ്ടാവില്ല. ആ ഒരു കഴിവ് നമ്മൾ അവരെ കൊണ്ട് ഉണ്ടാക്കി എടുക്കുക. അപ്പൊ നമ്മളെ പിന്നെ ഓർഗനൈസേഷൻ 1-ലും 2-ലും ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണി കുറയും. ആ ഒരു ലീഡേഴ്സിനെ നമ്മളെ ബിൽഡ് ചെയ്ത് എടുക്കണം. ഓരോ ലീഡേഴ്സിനും ഓരോ ആളുകൾക്കും പല കഴിവുകളാണുള്ളത് അല്ലെ? ആ ഒരു കഴിവുകൾ നമ്മൾ കണ്ടെത്തിങ്ങാണ്ട് അതില് ഓരോ പരിപോഷിപ്പിച്ച് എടുക്കുക. പിന്നെ മേക്ക് ഇൻകം അല്ലെ? ഇൻകം അതിലൂടെ നമുക്ക് എന്താവും? ഓരോ ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇൻകം കിട്ടും. ആ ഒരു ഇൻകത്തിലൂടെ നമുക്ക് അസറ്റ് ബിൽഡ് ചെയ്യാൻ കഴിയും. അതോടുകൂടെ നമ്മളെ പണി കഴിയും. അപ്പൊ ഒരു 10 കൊല്ലം വേണ്ട. പണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ വെൽനി സാറൊക്കെ 10 വർഷത്തോളമായി തികഞ്ഞിട്ടില്ലെങ്കിലും ഡബിൾ ITC ആണ്. അപ്പൊ അവരുടെ പാത നമ്മൾ പിന്തുടർന്ന് കഴിഞ്ഞാൽ അവര് അത്ര ടൈം വേണ്ട നമുക്ക് ആ ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ. കാരണം അവര് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇത്ര പ്രൊഡക്റ്റുകളില്ല. ഇപ്പൊ അടുത്ത് അല്ലെ, ഇതിന്റെ മുന്നേ 4 പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത്, ഇപ്പം 4 പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു വീട്ടിൽ ഒരാൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു അസുഖം ഇല്ലാതെ നിൽക്കൂല. അപ്പൊ ഒരു വീട്ടിലേക്ക് എന്തായാലും നിർബന്ധമായിട്ടുള്ള അസുഖമാണ് പുള്ളീസി എന്നൊക്കെ ഒരു പ്രൊഡക്റ്റാണ് പുള്ളീസി എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് വ്യാപിപ്പിച്ചെടുക്കാനും എല്ലാത്തിനും പെട്ടെന്ന് കഴിയും. അതുപോലെ പിന്നെ സാറ് പണ്ടൊക്കെ ജോയിൻ ചെയ്തവര് അവർക്കൊക്കെ PUC സെന്റർ ഒന്നും ഇതുപോലെ നമ്മളെ സ്റ്റേറ്റിൽ തന്നെ ഇല്ലായിരുന്നു. അന്യ സ്റ്റേറ്റ് പോയിട്ടാണ് ഓരോരുത്തർ സാധനങ്ങള് അവര് വാങ്ങിക്കൊണ്ടുവന്ന, ട്രെയിനിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ട്രെയിനിങ്ങിന് പോകുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് നമുക്ക് അത്രയൊന്നും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ MI ലൈഫിനെ പറ്റി അറിയാത്തവരില്ല അല്ലെ? ആയുഷ് എന്ന് പറഞ്ഞാൽ അത് മരുന്നിൻ്റെതല്ലേ. അപ്പൊ അത് എന്തായാലും അറിഞ്ഞുണ്ട്. എന്താ പറയാ, മുറിവൈദ്യന്മാരും ഇതൊന്നും പറയില്ലേ, അതുപോലെ ചെറിയൊരു അറിവ് പക്ഷെ മുഴുവനായിട്ടായിട്ട് ഉണ്ടാവൂല. അതല്ല എനിക്കറിയാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഒരു ആയുഷ് എന്ന് കേട്ടിട്ടുണ്ട്, എലമെന്റ് എന്ന് കേട്ടിട്ടുണ്ട്. എലമെന്റ് എന്ന് കേൾക്കാത്തവരൊന്നും ഫീൽഡിൽ ഇറങ്ങിയാൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് അധികമൊന്നും പണിയില്ല. അതുപോലെ അതേമാതിരി തന്നെ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ചെയ്തുകാണ്ട് നിർത്തി പോയതായിരിക്കും. ആ നിർത്തി പോവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ഇല്ലായിട്ടാണ്, ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലായിട്ടാണ്, ഫോളോ അപ്പ് ഇല്ലായിട്ടാണ്. പിന്നെ ഫോളോ അപ്പ് ഇതിന്റെ വലിയൊരു ഘടകമാണ്. അത് ഒരു TTS ഒക്കെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ ഓമീറ്റ് കഴിഞ്ഞാൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഫോളോ അപ്പ് നടത്തണം. അല്ലെങ്കിൽ അവരെ മൈൻഡ് പോയി. കേൾക്കുമ്പോൾ ഭയങ്കര ആവേശം ഉണ്ടാവും. വീട്ടിലെത്തി വേറെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയില്ലെങ്കിൽ അവരെ മൈൻഡ് പോയി. അപ്പൊ അത് നമ്മളെ പിന്നെയും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. ഫോളോ അപ്പിലൂടെ തന്നെ ഉള്ളൂ നമുക്ക് ടീം ബിൽഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു ടീം ബിൽഡിംഗ് തന്നെയാണ് അല്ലെ? ഏതൊരു ബിസിനസിന്റെയും അടിത്തറ എന്ന് പറയുന്നത്
അതായത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടീം വേണ്ട, ഒരു കാര്യം വേണ്ട. നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന അവസ്ഥയിൽ ഒരു ടീമിന്, ഒരു ബിസിനസ് ആവുമ്പോൾ ഒരു ടീം വേണം, പ്രത്യേകിച്ചും ഡയറക്ട് സെല്ലിങ്ങിൽ. ആ ഒരു ടീമിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത് ടീം തന്നെയാണ്. അപ്പൊ ആ ഒരു ടീമിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്, നമുക്കൊരു ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ്. നമ്മൾക്ക് നയിക്കാനുള്ള ആ ഒരു ഗുണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, ലീഡർഷിപ്പ്. പിന്നെ അതായത് നമുക്ക് ദിശ കാണിക്കാൻ, നമ്മളെ കൂടെ വന്നവരെ ദിശ കാണിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, അല്ലെ? എങ്ങനെ ചെയ്താലാണ് നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിയുക, ആ ഒരു കാര്യങ്ങളൊക്കെ. ഇതിനൊരു സിസ്റ്റം ഉണ്ട്. നമ്മളെ പിന്നെ ഈ ഒരു ബിസിനസ്സിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ടീമിനെ പഠിപ്പിക്കണം. ഏതെങ്കിലും വഴിയിലൂടെ പോയാൽ ചിലവരുണ്ടാവും, അത് പറയുന്നത് എനിക്ക് മനസ്സിലായി, അത് ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു കോലത്തിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. അവരെ ഫ്രീ ആക്കി വിടാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാൾട്ട് മനസ്സിലാക്കിയാണ്ട് അവരിങ്ങോട്ടേക്ക് വരും. അപ്പൊ നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവരെ നയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടീം ബിൽഡ് ചെയ്യാൻ, ആ ഒരു ടീം നിലനിർത്താൻ കഴിയും. ആ ഒരു ദിശാബോധം നമ്മൾക്ക് എല്ലാവരും ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, എങ്ങനെ ആയാലാണ് ആളുകൾ നമ്മളെ ബിസിനസ്സിലേക്ക് വരിക, എങ്ങനെ കൺവിൻസ് ചെയ്യണം ഒരാളെ പോയാൽ, എങ്ങനെ മീറ്റിൽ എന്തൊക്കെ ഘടകങ്ങളാണ് പറയേണ്ടത്, ആ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് കഴിയണം. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ഒരു ലീഡർഷിപ്പ് നമ്മൾ ആർജിച്ചെടുക്കണം. അത് എങ്ങനെ ആർജിച്ചെടുക്കാൻ കഴിയുക? അത് നമ്മൾ ട്രെയിനിങ്ങിലൂടെ, മീറ്റിങ്ങിലൂടെയും തന്നെയാണ് നമുക്ക് അറിവ് സമ്പാദിക്കുക, അല്ലെ? ഈ ഒരു ബിസിനസിനെ പറ്റി പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ ആ ഒരു ട്രെയിനിങ് മീറ്റിംഗ് നിരന്തരം കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അത് പറയാനും നമ്മൾക്ക് മറ്റുള്ളവർക്ക് പ്രസന്റേഷൻ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളതിൽ വരും. അല്ലാതെ നമ്മൾ ഒന്നിലും പങ്കെടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ആവേശം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലീഡർഷിപ്പ് നമ്മൾ ആർജിച്ചെടുക്കണം. പിന്നെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ബന്ധം ആ ഒരു ബന്ധത്തിൽ നമ്മളെ വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കോൺഫിഡൻസ് പോകും, അവർക്ക് നമ്മളിലുള്ള വിശ്വാസം പോകും. അപ്പൊ റിലേഷൻഷിപ്പിന് നല്ല പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മളെ അസോസിയേറ്റിനൊക്കെ നമ്മളൊരു കൂടപ്പിറപ്പ് പോലെ തന്നെ കൂട്ടി നമ്മള് യോജിപ്പിക്കണം, കൂട്ടി പിടിച്ചുകൊണ്ട് വേണം നമ്മള് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് പിന്നെ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരു ടീമിൽ ആരെങ്കിലും എന്ത് പറഞ്ഞാലും ആ ഒരു ആളുകളെ മുന്നിൽ നിന്ന് നമ്മൾ അവരെ തിരുത്താൻ പോകരുത്. അവരെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് നീ അത് ചെയ്തത് ശരിയായില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് കൂട്ടിപ്പിടിക്കുക തന്നെ വേണം. കാരണം എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ടീമില് വിശ്വാസത കൈവരുള്ളൂ. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് നമ്മൾക്ക് സൂക്ഷിച്ചേ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിരിക്കണം നമ്മൾ, അല്ലെ? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ടീമില് ക്രിയേറ്റീവ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളെ ടീമിലുള്ള ആളുകൾക്ക് പല കഴിവുകളും ആണ് ഉണ്ടാവുക. ചിലർക്ക് പ്രസന്റേഷന് നല്ല കഴിവുണ്ടാവും, ചിലവർക്ക് റീറ്റെയിലിങ്ങിൽ നല്ല കഴിവുണ്ടാവും, അല്ലെ? ചിലവർക്ക് പിന്നെ പ്ലാന് പ്രസന്റേഷൻ, അതുപോലെ എന്താ പറയാ പ്രൊഡക്റ്റ് ട്രെയിനിങ്, പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ ആ ഒരു കഴിവ് ഓരോരുത്തർ സ്കില്ല് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമ്മളെ ടീമിൽ. അപ്പം അതിലൂടെയാണ് നമുക്ക് ദിശ കാണിക്കാൻ കഴിയും. ആ ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ നമുക്ക് ആ ഒരു ദിശ അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. നിനക്ക് ഈ കഴിവാണുള്ളത്, നീ ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ ടീമില് പല കഴിവുകളുള്ള ആളുകൾ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ഓപ്പർച്യൂണിറ്റി വിജയിക്കാൻ കഴിയും. പിന്നെ എന്ത് തന്നെ ആയാലും ടീം ബിൽഡ് ചെയ്താലും ഇതുപോലെ തന്നെ ആളുകൾ ഒരുപാട് വന്നാലും എന്ത് തന്നെ ആയാലും നമ്മളുടെ മനസ്സിൽ എന്ത് വിജയിക്കണം എന്നുള്ള ആ ഒരു ഫെയർ വേണം, അല്ലെ? ആ ഒരു ഫെയർ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ നമ്മൾ വിജയിക്കുള്ളൂ. നമുക്ക് ഒരുപാട് ടീം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളുടെ മനസ്സിൽ വേണം നമുക്ക് ആ വിജയിക്കണം എന്നുള്ളത്. എന്നാലേ നമുക്ക് ടീമിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയും. അത് ഞാനൊരു കഥയിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി തരാം. കാരണം ഒരു പിന്നെ കവലയില് ഒരു പ്രവാചകന്ന് അവകാശപ്പെടുന്ന ഒരാള് ഇങ്ങനെ സദസ്സിനെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു സ്പീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അവരെ സ്പീച്ച് കേട്ടിട്ട് കവലയിലെ ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ അവര് നല്ല ടെക്നിക്കിലൂടെയും മാജിക്കിലൂടെയും ഒക്കെയാണ് അവരെ കയ്യിലെടുക്കുന്നത്. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, പ്രവചിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ലെവലിൽ എങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു കവലയിലൂടെ ഞാൻ പ്രവാചകനാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, പരീക്ഷിക്കാന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഒരു മാജിക്കിലൂടെ ടെക്നിക്കിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കവലയിലെ ആളുകൾ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോ അതിലൂടെ ഒരു ടീച്ചർ കടന്നു പോകും. ആ ഒരു ടീച്ചർ കടന്നു പോകുമ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ഇതൊരു എന്താണ് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്, പ്രവാചകനല്ല എന്നുള്ള ആ ഒരു ബോധം ആ ടീച്ചർക്ക് മനസ്സിലായി. ടീച്ചർ ഇതൊന്ന് പൊളിക്കണല്ലോ എന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, പിന്നെ ടീച്ചർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ടീച്ചർ കയ്യിലൊരു ഇങ്ങനെ വീശിയപ്പോ ഒരു കയ്യിലൊരു പ്രാണിനെ കിട്ടി. ആ ഒരു പ്രാണീനെ കിട്ടിയപ്പം പിന്നെ ആ പ്രാണീനെ സ്വാഭാവികമായിട്ടും കയ്യിൽ പിടിച്ചു നിന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതിന് ജീവൻ ഉണ്ടാവും അല്ലെ? നമ്മളൊരു ഈച്ച അല്ലെങ്കിൽ ഒരു കൊതുകോ ഇങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാല് എന്തൊരു പ്രാണിയാണെങ്കിലും ജീവൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രാണീനായിട്ട് പ്രവാചകന്റെ അടുത്തോട്ട് പോവാ. അവിടെ നിന്ന് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ജീവനുള്ള വസ്തു ഉണ്ട്, ഒരു പ്രാണിയുണ്ട്. ഈ പ്രാണിക്ക് ജീവൻ ഉണ്ടോ ജീവനില്ലേന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് അപ്പൊ ഇത് കേട്ടപ്പം പ്രവാചകന് മനസ്സിലായി. അപ്പം സത്യം പറയുകയാണെങ്കിൽ ടീച്ചർ വിചാരിച്ച ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞെരിക്കിയാല് ജീവൻ പോവും അല്ലെ? അപ്പൊ ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ജീവൻ ഇല്ല എന്ന് പറഞ്ഞാല് കൈ ഇങ്ങോട്ട് മലർത്തി കഴിഞ്ഞാല് പ്രാണി എന്താവും, പിന്നെ പറന്നു പോവും ചെയ്യും. അപ്പൊ അങ്ങനെ ഇവരൊരു കള്ളത്തരം വെളിച്ചത്തിലാക്കാന്നുള്ള രീതിയിലാണ് ടീച്ചർ പോയത്. അപ്പം ആ പ്രവാചകൻ എന്ന് പറയുന്ന ആള് തന്ത്രപരമായിട്ട് ഈ ഒരു പ്രാണിയുടെ ജീവൻ ടീച്ചറുടെ കയ്യിലാണ് അല്ലെ? ടീച്ചറുടെ കയ്യിലാണ് പ്രാണിയുടെ ജീവൻ. അപ്പൊ എന്താ പറയാ, ടീച്ചർക്ക് ഒന്നുകിൽ കൊല്ലാം അല്ലെങ്കിൽ തുറന്നു വിടാന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിലാണ്. ഈ ഒരു ബിസിനസ് വിജയിക്കണോ വിജയിക്കണ്ടേന്ന് തീരുമാനിക്കേണ്ടത് നമ്മളെ കയ്യിലാണ്. നമ്മൾ ആ ഒരു പേര് പോലെ ഉണ്ടാവും നമ്മളെ ഇന്ത്യയിൽ വിജയിക്കണോ വിജയിക്കണ്ടേ. അല്ല വേറെ ആരെയും ആശ്രയിച്ചിട്ടല്ല നിൽക്കുന്നത്, അപ്ലൈനെ ആശ്രയിച്ചിട്ടോ അസോസിയേറ്റിനെ ആശ്രയിച്ചിട്ടോ അല്ല നിൽക്കുന്നത്. നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ തന്നെ കഴിയും. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞു. എനിക്ക് വിജയിക്കണം. നമ്മളെ ഒരു വിജയിച്ച ലീഡേഴ്സിനൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. ഓരോ ട്രെയിനിങ്ങിലൂടെയും വിദൂരത്തല്ല, നമ്മളെ കൈവെള്ളയില് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കും മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും, അവര് വന്ന വഴിയിലൂടെ വന്നാൽ നമുക്കും ഇതുപോലെ വിജയിക്കാൻ കഴിയും. നമ്മളെ മനസ്സിൽ അത് ഉറപ്പിച്ച് നിന്ന് കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയും. അതുപോലെ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ടീമിന് വേണ്ടിയിട്ട് ഉണ്ടാവണം. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഹരികൃഷ്ണൻ സാർ ഇങ്ങനെ ക്ഷണിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സാറേ, ഞാൻ ബ്രാൻഡ് ന്യൂ DTC ആണ്, ഞാൻ അതിനൊന്നും ആയിട്ടില്ല. അത് സാരല്ല, എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ്ട് നല്ലൊരു ഉപദേശം തന്നപ്പോ, ആ ഒരു സമാധാന വാക്കുകൾ തന്നപ്പോ പിന്നെ ഓക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഇതിന്റെ സ്പീച്ചിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമായി. ഏതായാലും ഇത്രയും നേരം എന്നെ കേട്ട് നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഹരികൃഷ്ണൻ സാറിന്, നമ്മുടെ സർവശക്തനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു.